അമ്മേ ഈ തലയിലെങ്ങും ഒന്നുമില്ല. ഒന്നുമില്ലാച്ചിട്ടാണ് ഈ ചൊറിച്ചില്. നിനക്ക് സൗകര്യപ്പെടുമെങ്കിൽ തന്റെ തലയിലൊന്ന് നോക്കി 2 പേൻ വെച്ച് കുത്തി. എവിടെ ഇതേ തല നരക്കണേന്റെ ചൊറിച്ചിലായിരിക്കും. തല നരയ്ക്കുന്നതിൻ്റെത് എന്താ എടി ഇതെന്താ നോക്കിയാണ് എവിടെ ജമന്തി നീ തല മര്യാദക്ക് പിടിക്കണ്ട. ഞാൻ കത്തി കൊണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പറയരുത് കേട്ടോ. അമ്മ ഇതിലെങ്ങും ഒന്നുമില്ല, ചുമ്മാ മാലി പറിക്കാൻ. അതിലൊന്നും ഉണ്ടാവില്ല. ഇത് പുഴുത്ത് കിടക്ക. എന്റെ അമ്മോ എന്തോരം പേനാടി നിന്റെ തലയില്. ആണോ? ആ പണ്ട് ഞങ്ങളുടെ മുത്തശ്ശി പറയായിരുന്നു ബുദ്ധി ഇല്ലാത്തവരുടെ തല കണ്ടറിയാന്ന്. അങ്ങനെ ബുദ്ധി ഇല്ലാത്തവരുടെ തല കണ്ടറിയണേ? നിന്റെ തല പോലെ നിറച്ചും പേനായിരിക്കും. ആ അങ്ങനെയാണെ നാത്തൂന്റെ തലയിലായിരിക്കും നിറച്ചു പേൻ. ഒന്ന് നിർത്തില്ല. ഈ നേരത്തെങ്കിലും നിനക്കൊക്കെ ഒന്ന് അടങ്ങിയിരുന്നൂടെ? എന്റെ തലയിൽ നോക്ക് അങ്ങോട്ട്. അമ്മേ അമ്മ അങ്ങനെയുള്ള വർത്താനം പറയരുത്. പിന്നെ എങ്ങനെ പറയണം? പണ്ടത്തെ പെണ്ണുങ്ങള് വർത്താനം പറയാനും പരദൂഷണം പറയാനൊക്കെയാണ് ഈ തല നോക്കുക എന്നുള്ള ഏർപ്പാട് ഉണ്ടാക്കിയത് തന്നെ. അപ്പൊ പിന്നെ മിണ്ടാതിരുന്നാലും എങ്ങനെയാ? അതിനിവിടെ പരദൂഷണം പറയാൻ ആരിയിരിക്കുന്നത്? നീ എവിടെ പരദൂഷണം പറയും, എവിടെ നിന്റെ പരദൂഷണം പറയും. അല്ലാതെ ഇവിടെ വേറെ ആരും അയൽവാസികളില്ലല്ലോ പരദൂഷണം പറയാം. അല്ലെങ്കിൽ തന്നെ പണ്ട് എന്തോരം പരദൂഷണം പറഞ്ഞ് തല നോക്കിയിട്ടുള്ള ആളാണ് അവള്. എന്റെ ദൈവമേ, ഇതണ്ട ആ പേരും പറഞ്ഞ് നിങ്ങൾ ഇവിടെ തല്ല് പിടിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാര്യമായിട്ട് ഞാൻ പറഞ്ഞേക്കുക. അതിനിവിടെ ആരാ തല്ല് പിടിച്ച അമ്മേ? ഈ നാത്തൂനല്ലേ ചുമ്മാ. ഞാനോ? എടി നോണച്ചിപ്പാറു, നീയല്ലേ എടി തുടങ്ങിയത്? എന്തെന്നാ ഞാനോ? നാത്തൂനല്ലേ പറഞ്ഞ എനിക്ക് ബുദ്ധിയില്ലാന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചാൽ നീ തലകൊണ്ട് ഇടിക്കണ എന്ത് കാര്യത്തിനാ? ഞാൻ തല ഇടിച്ചല്ലോ. നാത്തൂൻ ഇങ്ങനെ ഒന്നിയപ്പോ ഞാൻ അമ്മ. ഇതാണ് ഞാൻ പറയണത്. നീ കല്യാണം കഴിച്ചു വന്നേ പിന്നെ ഈ കുടുംബത്തിൽ ഒരു സമാധാനം ഇല്ലാതായതെന്ന്. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടാ? ഇതണ്ട മോളാണ് മരുമോളാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇനി ഒരക്ഷരം ഇല്ല, 2 കഴിഞ്ഞ് ചവിട്ടി പുറത്താക്കും. കാര്യമായിട്ട് ഞാൻ പറഞ്ഞേക്കാണ്. നിന്നെ ഞാൻ അങ്ങടാണ് വിളിച്ചത്. ഇങ്ങോട്ട് വാ, ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഭർത്താവ് വിളിക്കുന്നിടത്തോട്ട് ഭാര്യ വന്നാ മതി. ചായ കുടിക്കാനല്ലേ ഞാൻ ഇവിടുന്ന് എടുത്തന്നാ പോരെ? എണീറ്റ് വന്നടി. എന്തോ ഇത്ര ഗൗരവം? എടാ ഞങ്ങളുടെ മുമ്പ് വെച്ച് സംസാരിച്ചാൽ എന്താ നിനക്ക്? ഒരു ഭർത്താവിന് ഭാര്യയുടെ അടുത്ത് പലതും പറയാനുണ്ടാവും. അത് പൊതുസമൂഹത്തിന്റെ മുമ്പ് എന്ന് പറയേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് വരാ. എന്താ എന്തുവാടി അവന് നമ്മുടെ മുമ്പിൽ വെച്ച് അവളോട് പറയാൻ പറ്റാത്ത കാര്യം? എന്താന്ന് വാ തുറന്ന് പറയണേ? അമ്മയിലെ പറഞ്ഞ മിണ്ടി അവിടുന്ന് പുറത്താക്കണം. നിനക്ക് ഞാൻ ഒരു 2 പവന്റെ നെക്ലസ് മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് കഴുത്തിയിട്ട് തരാം. അതെ, രഹസ്യം പറയാനാ. അവിടെ ഇരിക്കുന്നത് നിന്റെ നാത്തൂനില്ലേ താടക, അവള് കേൾക്കാതിരിക്കാനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ. നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ, ഇവിടെയുള്ള വനിതകൾക്കായിട്ട് ഒരു പാചക മത്സരം നടത്തുന്നു. ഇതാരും കേൾക്കാത്ത കാര്യമാണ്. എന്താന്ന് നിങ്ങൾ എന്തിനു മരണപ്രാളം കാണിക്കണേ? പാചക മത്സരമല്ലേ? ഞാൻ കേട്ടു, മനസ്സിലായി. എടി, പാചക മത്സരത്തിൽ 1ാം സമ്മാനമായിട്ട് രൂപ എത്രയാണെന്ന് അറിയാമോ? അറിയാൻ പാടില്ല. 10,001 രൂപ. 10,001 രൂപയോ? ആ, ഒരു കാര്യം ചെയ്തിട്ട് നാത്തോനോട് പോയി പറ. ഇല്ല നാത്തോനോട് പറയണം. ഇതാ ഞാൻ മലയാളത്തിൽ പറഞ്ഞതും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പക്ഷെ ക്ലീറ്റോ, ഈ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വന്ന് അവരോട് എന്തായാലും പറയില്ലേ? അവരായിട്ട് നീ എന്തായാലും പറയില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ വിവരം പറയാനായിട്ട് അവരെ എന്നെ വഴിക്ക് വെച്ച് കണ്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ 2 വീട്ടുകാരും പങ്കെടുക്കുമല്ലോ, അവരോട് കൂടെ പറഞ്ഞേക്കുമല്ലോ. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഇനി അത് പറയാനായിട്ട് അവരിങ്ങോട്ട് വരില്ല. അപ്പൊ നമുക്കിത് ഇങ്ങനെ തന്നെ രഹസ്യമായിട്ട് വെക്കാം. എനിക്ക് സമ്മാനം വേണം ക്ലീറ്റോ. അതിപ്പം ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇതുപോലെ കുറേ വീട്ടുകാർ വരാതിരുന്ന മത്സരം ഒന്നും ഇതാവും. എനിക്ക് ജമന്തിനെ പേടിയില്ല, എനിക്ക് അമ്മേനെ പേടി. അമ്മ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഞാൻ പെടും. എന്നാ നീ വിട്ടത് തന്നെ. എന്നാലും കുഴപ്പമില്ല. 2ാം സമ്മാനം 5,001 രൂപയുണ്ട്. വേണ്ട, എനിക്ക് 10,001 തന്നെ വേണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിക്കോ. അല്ല, ആദ്യം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിക്കണ്ടേ? എന്തുണ്ടാക്കും? ഭയങ്കര ഡിഷ് ഉണ്ടാക്കണം. നേരത്തെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ്. ഒരു മരണം. ആര് മരിച്ചു? ഏയുടെ അമ്മായിയച്ഛൻ. അയ്യോ,
അതെ ഏയുടെ അമ്മായച്ചൻ ഒരു പുതിയ വീട് പണിയുണ്ടായി. അപ്പൊ അതിന്റെ മുഴുവൻ ചുമതല ഏയ്ക്കാ ഏൽപ്പിച്ചത്. പൈസ ലാഭിക്കാൻ വേണ്ടിട്ട് വയറിങ് പണി മുഴുവൻ ഏയ് തന്നെ ചെയ്ത്. ഇപ്പൊ പെരതാമസം കഴിഞ്ഞിട്ട് ഇന്നലെ പുള്ളി ബാത്റൂമിൽ പോവാൻ സ്വിച്ചിട്ടതാണ്. സ്വിച്ചിന്ന് ഷോക്ക് അടിച്ചാൻ മരിച്ചത്. പിന്നെ ഏയ് മനഃപൂർവ്വം കൊന്നതാണ് അല്ലെ അബദ്ധത്തിൽ ഷോക്ക് അടിച്ചാണ് എന്നൊക്കെ ഉള്ള ചർച്ച നടക്കുകയാണ്. അല്ല ഈ രൂപ ലാഭിക്കാൻ വേണ്ടി വയറിംഗ് ഒക്കെ നല്ലപോലെ നടത്തിയില്ലെങ്കിൽ എന്തെല്ലാം ആപത്ത് പറ്റുമെന്ന് അറിയാമോ? അതെ നീ വാടാ ചായ കുടിച്ചു പോ. വേണ്ട വേണ്ട ഞാൻ ചെല്ലാം. എടാ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. എടാ ചായ ഉണ്ടാക്കാൻ അവള് ഭയങ്കര പിടിക്കടാ, നല്ല കൈപ്പുണ്യാണ്. നല്ല കൈപ്പുണ്യമാണ്. അത് തിളച്ച വെള്ളത്തിൽ ചായപ്പൊടി ഇട്ടാ പോരെ. കുടിക്കണ്ട. അല്ലേ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുടിക്കണം. ഇപ്പൊ ഉമ്മയും ഷാഹിദയും ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ആരുടെയാണ് ആദ്യം കുടിക്കണേന്ന് നോക്കിയിട്ട് വേണം ഇന്നത്തെ തല്ല് ഉദ്ഘാടനം ചെയ്യാൻ. ഞാനത് പോയി ഉദ്ഘാടനം ചെയ്ത് കൊടുക്കട്ടെ. പോയിട്ട് വാ. ആ അതെ കൈപ്പുണ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്തായി ക്ലീറ്റസ് പറഞ്ഞ കാര്യത്തിന്റെ തീരുമാനം? എന്ത് കാര്യം? എന്ത് കാര്യം? അപ്പൊ ക്ലീറ്റസ് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ഇവിടെ വന്ന് നാത്തൂനെ വിളിച്ച് അങ്ങോട്ട് പോയി. ഭയങ്കര ഗൗരവമായിരുന്നു അവന്റെ മുഖത്ത് അത് തന്നെ ഞങ്ങളെ പൊതുസമൂഹം എന്നൊക്കെ വിളിച്ചേട്ടാ. അതെ പാചക മത്സരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ നിങ്ങളോട്? ഒന്നും പറഞ്ഞില്ല. ആ അതെന്നാ ചിലപ്പോ അവൻ മറന്നു കാണും. ചോദിച്ചോട്ടെ. ക്ലീറ്റസേ ക്ലീറ്റസേ ഇതുകൊണ്ടേ എന്താടാ എന്താ ക്ലീറ്റസ് മത്സരത്തിന്റെ കാര്യം നീ ഇവരോട് പറയാതിരുന്നത്? ഏത് മത്സരം? എന്ത് മത്സരം? എന്താ അല്ലാതെ ഈ അസോസിയേഷന്റെ പാചക മത്സരല്ലേ, ആ കാര്യം നീ ഇവരോട് പറയാതിരുന്നത്? അസോസിയേഷന്റെ പാചക മത്സരം അങ്ങനെ ഉണ്ടോ? ഓ അപ്പൊ നീ അറിഞ്ഞില്ല? അശ്ശേ ഞാൻ അറിഞ്ഞ ജമന്തിനോട് പറയോ? അല്ല പറയാതിരിക്കോ? അതെ ക്ലീറ്റസ് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിനെ കണ്ടു. ആ പുള്ളി പറഞ്ഞു ഇങ്ങനെ അസോസിയേഷന്റെ പാചക മത്സരം ഉണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കണം. ക്ലീറ്റസിനെ കണ്ടു, അപ്പൊ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ല എന്നോട് പറഞ്ഞോ? യുവർ എന്ത് കള്ളന്മാരാണെന്നൊക്കെ നമ്മളെ തമ്മിൽ അടുപ്പിക്കാനാ. ഞാൻ പറഞ്ഞില്ല ഏട്ടാ. ക്ലീറ്റ ചേട്ടൻ മറന്നു പോയതായിരിക്കും. എന്റെ ജമന്തി എന്നോട് അങ്ങനെ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ അത് ഇവിടെ വന്ന് പറയില്ലേ? അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല മുത്തേ, ഞാനും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. അത് തന്നെ നാത്തൂൻ അറിഞ്ഞ എന്നോട് പറയും. പിന്നെ നിങ്ങളെ രണ്ടുപേരും ഞാൻ ഇന്നും ഇതിലും കാണാൻ തുടങ്ങിയതല്ലോ, ആണോ? അതെ ഇവര് ഒളിച്ചു കളിക്കുകയാണ്. ഇതെന്താ സംഭവം എന്നറിയാമോ? സംഭവം എന്താണെന്നറിയാമോ? ഈ മത്സരത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് അതിലെങ്ങാനും വിൻ ചെയ്ത് കഴിഞ്ഞാൽ 10,001 രൂപയുടെ സമ്മാനം. 10,001 രൂപ. അങ്ങനെ വരട്ടെ. എനിക്ക് 10,001 രൂപ കിട്ടാതിരിക്കാനല്ലേ നിങ്ങൾ ഇത് ഒളിച്ചു വെച്ചത്? പിന്നെ നമ്മളിപ്പോ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 10,000 കിട്ടും അങ്ങോട്ട്. ചെലപ്പോ കിട്ടും. ഞാനേ മനഃപൂർവ്വം മറച്ചു വെച്ചതാ. നീ ഒന്നും ഉണ്ടാക്കുന്ന കൊണ്ടോമേ മനഃപൂർവ്വം മറച്ചു വെച്ചാന്ന്. എടി മര്യാദക്ക് ഒരു ചായ ഇടാൻ അറിയാമോ? ഒരു ചായ. നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളുടെ മനോവീര്യം തകർക്കാറോ നിൽക്കണ്ട കേട്ടാ. അവള് മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യും, അവള് സമ്മാനം വായിക്കുകയും ചെയ്യും. എന്റെ അളിയാ വാചകം പോലെ അല്ല വാചകം. ആദ്യം നേരെ ഒരു നാരങ്ങയുള്ള ഉപ്പിട്ടുണ്ടാക്കാൻ പഠിക്കാൻ പറയാം അവളടുത്ത്. അയ്യോ ക്ലീറ്റു ചേട്ടനാണല്ലോ എനിക്ക് എപ്പോഴും നാരങ്ങൾ ഉണ്ടാക്കി തന്നത്. ഇങ്ങനെ വായിട്ട് അലക്കാൻ അറിയാം. ഇവക്ക് ഉണ്ട കിട്ടും, ഉണ്ട. ഇല്ലെങ്കിൽ നീ നോക്കടാ, ഇല്ലെങ്കിൽ ഞാൻ എന്റെ മീശയുടെ പാതി അങ്ങ് ഒഴിച്ചു കളയും. അളിയാ ഇപ്പൊ തന്നെ നിന്നെ കാണാൻ വൃത്തിയാണ്. നീ പകുതി മീശയെ കൂടെ ഇല്ലെങ്കിൽ ഉണ്ടല്ലേ ബോറാ. നീ പാടി, നീ പാട്ടിന് പോറ. അയ്യോ ഇപ്പൊ അങ്ങ് മേടിച്ചു കളയും. നീ അവക്കെങ്ങാനും കിട്ടുമോ? കിട്ടും. ഏയ് അങ്ങനെയൊന്നും വരില്ല. ഇല്ല പിന്നെ നീ അവക്ക് കിട്ടത്തില്ല, നിനക്കേ കിട്ടും. നീ ഇങ്ങോട്ട് പോന്നേ. പിന്നല്ല അതെ ഒന്നും വേണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആലോചിക്കണ അതല്ല, എന്റെ മീശയുടെ കാര്യാ. മീശ പോവില്ലേ, ഒരാവേശത്തിനപ്പൊ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഒന്നുണ്ട് പേടിക്കണ്ട. ഒന്നാം സാധനം ഞാൻ തന്നെ മേടിക്കും. പോരെ? നീ കുന്തം വാങ്ങിക്കും. എടി എന്തൊക്കെ പറഞ്ഞാലും തങ്കുണ്ടാക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേക ടേസ്റ്റാ. നിന്നേക്കാ കൈപ്പുണ്യം അവൾക്കാ. പിന്നെ മാത്രല്ല ഈ അസോസിയേഷനിലുള്ള എല്ലാ സ്ത്രീകളും പങ്കെടുക്കുന്ന പരിപാടിയാണ്. അവരൊക്കെ ഉണ്ടാക്കുന്ന വിഭവങ്ങളോട് മത്സരിച്ചിട്ട് വേണം നീ വിജയിക്കാൻ. അതൊക്കെ എവിടുന്ന് നടക്കാനാണ്? അതെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തന്നെ ഫസ്റ്റ് പ്രൈസ് മേടിക്കും. ആ 10,001 രൂപ കിട്ടിയിട്ട് വേണം
ഒരു കാഞ്ചീപുരം പട്ട് സാരി എനിക്ക് മേടിക്കാൻ, ചുമന്ന കളർ. അത് നടക്കും. നടക്കും. അതിന് അസോസിയേഷനിലുള്ള പെണ്ണുങ്ങൾക്ക് മുഴുവനെ ഡെങ്കിപ്പനി വന്നിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണം. അപ്പം നടക്കും. അല്ലാതെ എങ്ങനെ നടക്കാനാണ്? നിനക്ക് എന്തുണ്ടാക്കാൻ അറിയാം? എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അതാ പറഞ്ഞത്, നിനക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അതെ, എനിക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാലോ. ചമ്മന്തി ഉണ്ടാക്കാനല്ല, നീ ചമ്മന്തി ആയിട്ടാണ് ചെന്നാൽ മതി. നിനക്ക് മൊത്തം പോയിന്റ് നോക്കി വരുമ്പോൾ അവസാനത്തെ പോയിന്റ് നിനക്കാവും 0. വേറെ ഐഡിയ ഉണ്ട്. എന്താണ്? അമ്മയെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കാം, എന്നിട്ട് ജഡ്ജസ് വരുമ്പോ പറയാൻ മതി ആരാ ഉണ്ടാക്കിയെന്ന്. അപ്പൊ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, അവിടെ ചെന്നാൽ മതി, അമ്മ ഉണ്ടാക്കി തരും. ഇനി പങ്കെടുക്കുന്ന നീയല്ലേ, അപ്പൊ നീയല്ലേ ഉണ്ടാക്കേണ്ടത്. ഇനിയിപ്പോ എന്ത് ചെയ്യണേ? ഇനി ചെയ്യാനൊന്നുമില്ല, എന്റെ മീശയുടെ പകുതി പോവുക തന്നെ. ഇല്ല ഏട്ടാ, എന്തായാലും മാറ്റുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും പഠിച്ചോളാം. പോരെ? ക്ലീറ്റോ, ക്ലീറ്റോ, ഇങ്ങോട്ട് കൊണ്ടുവന്ന ചിക്കൻ കൊണ്ടുവന്ന് പെരട്ടി വെക്കട്ടെ. പരാതി പറയുമല്ലോ, അത് കഴുകി സമയം പോണു. കഴുകി പിന്നെ വൃത്തിയാക്കാതിരുന്ന മോശമല്ലേ. ഇതെന്നതിനടി ഇത്? ഇതോ, ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ പെരട്ടി ഒരു അരമണിക്കൂർ വെക്കണം. അല്ല, അപ്പൊ കുക്കറിലിട്ട് വേവിക്കണ്ടേ? കുക്കറിലിട്ട് വെക്കണം എന്തിനാ? വേണ്ട, ഇത് നമുക്ക് ആദ്യം അങ്ങോട്ട് പെരട്ടിയിട്ട് വറുത്തിട്ട് പിന്നെ വേവിച്ചാൽ മതി. അത് ചെറുതീയിൽ കിടന്ന് സാവധാനം വേഗം ഫ്രൈ ആക്കണം. ഫ്രൈ ആക്കണം ആദ്യം. ഓ, അത് ശരി. അപ്പൊ പൊടിയത്തില്ലല്ലോ. പൊടിയാതിരിക്കാനല്ലേ ഇത് അങ്ങനെ ഉണ്ടാക്കണേ. എടി, ഇതിനെ ഒരു പേരിടണം ഈ സാധനത്തിന്. അന്നേരം ഈ ജഡ്ജസ് വരുമ്പോൾ ഇത് നമ്മളൊരു ഭയങ്കര പേരൊക്കെ പറയുമ്പോൾ അവരിത് കേൾക്കുമ്പോൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണെന്ന്. നമുക്കിതിനകത്ത് ചിക്കൻ കൊക്കരക്കോ അതൊക്കെ കേൾക്കുമ്പോൾ അവർ വിചാരിക്കും ഇത് വലിയ. പിന്നെ അവരെന്താ മന്ദബുദ്ധികളല്ലേ? ചിക്കൻ കൊക്കരക്കോ അങ്ങനെ ലോകത്ത് വീഴില്ല. പിന്നെന്തോ ഇടും ഇതിന്? വേറെ എന്തെങ്കിലും പേര് കാണണം. ചിക്കൻ മുകളായി. ചിക്കൻ മുളക് പൊടി ഇട്ടിട്ട് പിന്നെ മുളകായി എന്ന് പറഞ്ഞ കൊണ്ടിന് ഞാൻ തെക്കുന്നേ. അല്ല, ചിക്കൻ മുകളായി. മുകളെങ്കിൽ മുകള് അതുണ്ടാവും. ഇതിലല്ലേ വെക്കണം. അത് ഞാൻ കഴുകിയെടുക്കാം. മുളക് ചിക്കൻ അത് തന്നെ നീ പറഞ്ഞു. രണ്ടുപേരും കൂടെ ആണോ പാചകം? കൊള്ളാലോ. അല്ല, പാചകമൊക്കെ അവള് തന്നെ. ഞാൻ പിന്നെ ഒരു കയ്യാളായിട്ട് കൂടി എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇതുമൊക്കെ കൊണ്ട് മാർക്കറ്റായി നീ എവിടെ പോണം? മാർക്കിടാൻ ഇങ്ങ് പോണ്ട, ജഡ്ജസ് ഇങ്ങോട്ട് വരും. ഈ കഞ്ഞിക്കും കറിയൊക്കെ മാർക്കിടാൻ ജഡ്ജിമാർ ഇങ്ങോട്ട് വരും. അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? അമ്മ, ഇത് നമ്മളെ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരല്ല. ഈ ടി വിയിലൊക്കെ വലിയ പാചകങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടല്ലോ, പാചക വിദഗ്ധർ. അവരാണ് വരുന്നത് ഇത് ജഡ്ജ് ചെയ്യാൻ മാർക്കിടാൻ. അവരെ ജഡ്ജസ് എന്ന് പറയണേ. അത് ശരി. അല്ല ഡി, തക്കിളിമോൾ എവിടെ? തക്കിളിമോള് പുറത്ത് എവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അല്ല, പിന്നെ ഞാൻ അവിടെ ഒന്ന് കണ്ടിട്ട് വരട്ടെ കേട്ടോ. അവളെന്താ ഉണ്ടാക്കണേ? അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താ? പിന്നെ നിന്റെയൊക്കെ നട്ടപ്പിരാന്തിന് കൂട്ടിരിക്കാൻ എന്റെ തലയ്ക്ക് ഓളം. നീ പോടി അവിടെ നിന്ന്. അല്ല, പോവല്ലേ, നിക്ക്. ധൃതി. പിന്നെ അവളെന്താ ഉണ്ടാക്കണേന്ന് പറ. അല്ല, അവള് രാവിലെ അലുവ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞോണ്ട് അടുക്കളയിലോട്ട് കയറിയതാ. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്താ എന്നുള്ളത്. എനിക്കത് അങ്ങോട്ട് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല ഏട്ടാ, എത്ര നേരായി ഞാൻ വിളിക്കണോ? ചൂടൊക്കെ പോയി. ഇങ്ങോട്ട് എന്തായി കഴിഞ്ഞാ? എഗ് ബിണ്ടി. എഗ് ബിണ്ടി എങ്ങനെയുണ്ട്? നല്ലത്. അതെ, പറഞ്ഞ പോലെ തന്നെയാണോ ഉണ്ടാക്കിയത്? ഇതിലുള്ള പോലെ ഒക്കെ തന്നെ ഉണ്ടാക്കിയത്. ഇതിൽ ഇവര് ചിക്കൻ ബിണ്ടി ഉണ്ടാക്കി, ഇതിൽ ഞാൻ മുട്ട ബിണ്ടി ഉണ്ടാക്കി. മുട്ട നോക്കാം. നോക്ക്. എവിടെ പോയി? ദൈവമേ, നന്നാവണേ ഈശ്വരാ. എടേ, കൊള്ളൂല, കൊള്ളൂല. ചുമ്മാ എന്നെ പറ്റിക്കണതാ. ഉപ്പില്ല, മുളകുമില്ല, ഒന്നുമില്ല. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ സാധനമാണ് നീ മത്സരത്തിന് അയക്കണേ. ഉന്തം കിട്ടും. ഇതേ ഇവിടെ കഞ്ഞി കുടിക്കാൻ പോലും തൊടാൻ പറ്റൂല. ഇല്ലല്ലേ? നിനക്കറിയുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയാ പോരെന്റെ ജമന്തി. ഇത് കൊള്ളൂലെന്ന്. ഞാൻ ഈ പുസ്തകത്തിലുള്ള പോലെയൊക്കെ തന്നെ ഉണ്ടാക്കിയത്. വെറുതെ കണ്ട മുട്ടയും വാങ്ങി അതിന് കൂടെ ഒഴിച്ച്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏട്ടാ, ഒരു കാര്യം ചെയ്, വേഗം പോയി ചിക്കൻ മേടിച്ചോണ്ട് വാ. കുന്തം വാങ്ങിക്കും. ഇനി ചിക്കൻ വാങ്ങിക്കാൻ പോണ സമയത്തുണ്ട്. എന്തിനായിട്ടാ? ഇതില് ദേ ഇവര് ചിക്കൻ ബിണ്ടി ഉണ്ടാക്കിയേക്കണേ. ഒരു കാര്യമില്ലാതെ ഞാനത് മുട്ടയാക്കിയതാ. ഇനി ചിക്കൻ വാങ്ങിക്കാൻ പോയി അതെല്ലാം ഇവിടെ വന്ന് കൊണ്ടുവന്ന് നുറുക്കി നീ അതൊക്കെ വെച്ച് വരുമ്പോഴത്തേന് നേരെ ഒരുപാടാവുമെന്ന്. അതല്ല, ചിക്കൻ ഇങ്ങനെ മുറിച്ച് കഴുകി തന്നെ സ്ഥലമില്ലേ, അവിടുന്ന് കുറച്ച് മേടിച്ചോണ്ട് പോയേട്ടാ. പ്ലീസ് ഏട്ടാ, ഞാൻ എന്നെ തോപ്പിക്കില്ലേ ഏട്ടാ.
പ്ലീസ് ഇത് എന്തായാലും നിനക്ക് കിട്ടൂല. പിന്നെ ഇനി നമുക്ക് മത്സരം അങ്ങ് മാറാതാ നല്ലത്. എന്തിനാണ് ഏട്ടാ? പ്ലീസ്. ഇനി എനിക്ക് സമയം ഉണ്ടാവൂ. സമയമുണ്ട്. അവിടെ ആ കഴുകി തന്നെ സ്ഥലത്തുനിന്ന് മേടിച്ചാൽ മതി. ഇതിൽ പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കിക്കോളാം. ചെല്ലു ചെല്ലു പ്ലീസ്. മുട്ടയുടെ കാശും പോയില്ലേ? കാശാണോ വലുത്? 10,000 രൂപ കിട്ടൂലേ? അതുപോലെ എന്നാലും ഇതൊരു പരാജയമായി പോയല്ലോ. എന്താ ചെയ്യാ? പെട്ടെന്ന് മത്സരമൊക്കെ എങ്ങനെയുണ്ട്? ഒരുപാട് പേരുണ്ടോ? ഒരു 10-20 പേരുണ്ട്. 25 പേരുണ്ടോ? അല്ല, ഒരുപാട് പേർക്ക് ഡെങ്കിപ്പനിയാന്നൊക്കെ പറഞ്ഞു. ഇല്ല, അത് കുറച്ച് കൂടുതൽ പേരുണ്ടായിരുന്നു. കുറെ പേര് ഒഴിവായി, അങ്ങനെ ബാക്കി വന്നതാണ്. അതെല്ലേ, ബാക്കിയുള്ളവർക്ക് പനി വരാനുള്ളായിരുന്നു. അല്ല, എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്താണ് ഇത്? മുഗളായി ചിക്കൻ. മുഗളായി ചിക്കൻ. ഇതോ? ഇത് നാടൻ ചിക്കൻ കറി. അല്ല, ഏതാണെന്ന് പറയൂ. നിങ്ങൾ കൺഫേം ചെയ്യും. മുഗളായി തന്നെയാണ് ഇവള് പറഞ്ഞത് എന്നോട് ഉണ്ടാക്കിയപ്പോ. നാടൻ ചിക്കൻ കറി, നാടൻ രീതിയിൽ മുഗളായി ചിക്കൻ ഉണ്ടാക്കി. അതെ. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അറിയാലോ. ചപ്പാത്തി. മാഡം, ഈ ചപ്പാത്തി ഇങ്ങോട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാ. സൂപ്പർ ചപ്പാത്തിയാ കേട്ടോ ഇത്. എടുത്ത് വെച്ചു കൊടുക്കാം ഇങ്ങോട്ട്. മതി മതി മതി. നല്ലതാ, കഴിച്ചു നോക്ക്. ഞാൻ പറയുമ്പോൾ ഈ വീട്ടിൽ നിന്ന് എപ്പോഴും കഴിച്ചു പോണ ആൾക്കാരല്ലേ, അവർക്ക് ഇതിന് ടേസ്റ്റ് ആവും. കഴിച്ചു നോക്ക് സാർ. അയ്യോ, അത് കറിയല്ലോ, ഇത് കഷ്ണം കഴിച്ചു നോക്കി. ഇച്ചിരി പിച്ചെടുത്ത് ഇതിന്ന് കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടെ കഴിക്കണം, എന്നാലേ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അല്ല, ഇതിപ്പം നമ്മൾ ഒരു വട്ടം കഴിച്ചാലും 2 വട്ടം കഴിച്ചാലും സെയിം അല്ലേ? അല്ലെങ്കിലും അല്ല, അത് കുഴപ്പമില്ല. കൂടെയുള്ള ചേരുവകളെ. അല്ല, അത് കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിന്റെ റെസിപ്പീസ് ഒക്കെ എന്തൊക്കെയാണ്? അതെ, പിന്നെ ഞാൻ ആദ്യം പോയി കോഴി വാങ്ങിച്ചോണ്ട് വന്നു, പിന്നെ കട്ട് ചെയ്ത് കഷ്ണം കഷ്ണം. അത് അങ്ങനെയല്ല, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇൻഗ്രീഡിയൻസ് ആദ്യം ചിക്കൻ ഞാൻ കഴുകി എടുത്ത് വെച്ചു. എന്നിട്ട് സവാള, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം നല്ലോണം വഴറ്റി. അങ്ങനെയല്ലല്ലോ, നമ്മൾ ആദ്യം നീ എടുത്തിട്ട് മുളകും ഇതെല്ലാം ഇട്ട് വഴറ്റിട്ട് അരമണിക്കൂർ. ആദ്യം ഞാൻ ചിക്കൻ എടുത്ത് കഴുകി വാരി വെച്ചിട്ട് പൊടികളെല്ലാം, പിന്നെ ഗരം മസാല ഉപയോഗിച്ചത് അതെല്ലാം ഇട്ട് ഇങ്ങനെ, സോറി മാഡം, അതെല്ലാം ഇട്ട് പെരട്ടി വെച്ചു അരമണിക്കൂർ. അത് കഴിഞ്ഞിട്ട് അത് വറുത്തെടുത്തു. വറുത്ത ചിക്കനാണ് ഇങ്ങനെ സാധാരണ പോലെ ആക്കിയിട്ട് പിന്നെ അവസാനം ഇച്ചിരി വറുത്തരയും കൂടി ഇട്ടു. പിന്നെ ഇതിനകത്ത് വേറൊരു രഹസ്യമുണ്ട് കേട്ടോ. കാലത്തെ ഉണ്ടാക്കിയ ഈ മുട്ടക്കറി ഉണ്ടായിരുന്നു, അതിന്റെ ഉള്ളി ബാക്കി, അതും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിന്റെ. അതായത് സവോളയുടെ കാര്യം ക്ലീറ്റ ഉദ്ദേശിച്ചത്, കറിയല്ല. അല്ല, ടേസ്റ്റ് കൂടണം. അല്ല, ടേസ്റ്റ് ഓക്കെ. ഇത് പക്ഷേ നിങ്ങൾ പറഞ്ഞ വിഭവത്തിന്റെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഈ പറഞ്ഞ മാതിരി മേഡം ഒന്നുകൂടെ കഴിച്ചു നോക്കിയാൽ മതി. അല്ല, കഴിച്ചു നോക്കി. അത് ഒരു ലേശം കൂടെ മേഡം കഴിച്ചു നോക്കി. നാടൻ മുഗളായി ചിക്കൻ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ എന്നെയാ പഠിപ്പിക്കുന്നത്? അല്ല, പറഞ്ഞതാണേ. പക്ഷേ സംഭവം ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത് ഇതുവരെ കഴിച്ച് വന്നതിലൊക്കെ നമ്മൾ ഓക്കെയാണ്. ഇവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇവര് സംഗതി കൊള്ളാം, പക്ഷെ ഇവര് എവിടെയോ നോക്കി ചെയ്ത മാതിരി ഒരു ഫീലിംഗ് ആണ്. ഇവിടെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അല്ല,
ഇതിപ്പോ സമ്മാനം ഞങ്ങൾക്ക് തന്നെ തരുമായിരിക്കും അല്ലേ? അല്ല അതിപ്പോ പറയാൻ പറ്റില്ലല്ലോ. നമ്മളിനിപ്പോ ഒരു വീട് കൂടെ ഉണ്ട് നമുക്ക് നോക്കാനായിട്ട്. അല്ല, അപ്പൊ അതൂടെ ജഡ്ജ് ചെയ്തിട്ട് നമുക്ക് ഒരു വീട് കൂടെ അല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല. അതില്ലെങ്കിൽ പിന്നെ നമുക്ക് ഉറപ്പിക്കാമല്ലോ അല്ലേ? അതൂടെ കഴിയട്ടെ. അതൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അനൗൺസ് ചെയ്യാമല്ലോ. നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുമല്ലോ ഇത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അതോടെ നോക്കിയിട്ട് ബാക്കി അവസാനം പറയാം. അത് നോക്കിക്കോളാം നോക്കാന്നില്ല. ലാസ്റ്റ് അനൗൺസ് ചെയ്യാമല്ലോ. ഓക്കെ, പിന്നെ ഒന്ന് നോട്ട് ചെയ്തോളൂ. അത് നോക്കിയാട്ടെ. നോട്ട് ചെയ്തു. ഓക്കെ. അതെ ശാന്ത, എങ്ങനെയെങ്കിലും ഇത് സമ്മാനം നമുക്ക് തന്നെ മേടിച്ചു തരണേ. ഇതെങ്ങനെ ശരിയാവാനാണ്? മാഡം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഈ മേഡം ഇതിനേക്കാളും വലിയ മേഡങ്ങളെ നീ ചുമ്മാ ഇരിക്കുക. അതെ, എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കണ്ടല്ലോ, ഈ 500 ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വേറെ ഞാൻ കാണും. ഞാൻ ട്രൈ ചെയ്യട്ടെ. നീ വിചാരിച്ച നടക്കും ശാന്ത. ഇനി നമുക്ക് എന്നടി 10,001. അതിലിപ്പോൾ 500 ഒരു 500 കൂടെ പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നീ അവളതും കൂടെ നോക്കാനുള്ളൂ എന്ന് പറഞ്ഞ കേട്ടില്ലേ? അത് നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഒറ്റയ്ക്കുള്ളോ? കനകൻ അവിടെ പോയി. ഏട്ടനൊന്ന് കടവരെ പോയത്, ഇപ്പൊ വരും. ഇപ്പൊ പറയൂ, എന്താണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന വിഭവം? ഇത് എഗ് ബണ്ടി, അല്ല സ്വീറ്റ് എഗ് ബണ്ടി. സ്വീറ്റ് എഗ് ബണ്ടി. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് ആദ്യം കുറച്ച് ഉള്ളിയും മുളകും പിന്നെ ജിഞ്ചറും നന്നായിട്ട് വഴറ്റണം. അതിലേക്ക് നമ്മൾ എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നമ്മൾ മുട്ട വറക്കില്ലേ, അതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്യണം. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ആ തേങ്ങയ്ക്ക് ഒരു ചുമന്ന കളർ ആവണ വരെ നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ അതിന് മുമ്പ് തന്നെ ജിഞ്ചറും ഗാർലിക്കും കൂടി ഒരു പേസ്റ്റ് ആക്കി വെച്ചേക്കണം. അതും കൂടി ആഡ് ചെയ്യുക. കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ബീൻസും ക്യാരറ്റൊക്കെയാണ് ആഡ് ചെയ്തിരിക്കണേ. അത് നന്നായിട്ടൊന്ന് പാകത്തിനാവുമ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടി, കുറച്ച് പാകത്തിന് ഉപ്പ്, ഒരു ലേശം വെള്ളം കൂടി, കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കറി റെഡിയായി, എഗ് ബണ്ടി. അത് പക്ഷേ കുറച്ച് എരിവുള്ളതായിരിക്കും. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ. ഞാൻ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര ചീവിയിട്ടു. സ്വീറ്റ് ആവാൻ വേണ്ടി. അതെ, പിന്നെ നമ്മുടെ ആരോഗ്യം നോക്കണമല്ലോ, അതുകൊണ്ട് കുറച്ച് ഓട്സ് ആഡ് ചെയ്തു. പിന്നെ ഇവിടെ ഏട്ടന് പുതിനയില ഇഷ്ടമായതുകൊണ്ട് പുതിനയിലയും കൂടി ആഡ് ചെയ്തു. അതാണ് ഇത്. അപ്പൊ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാലോ. പിന്നെന്താ, എന്തായാലും ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളായിട്ട് ഫൈനൽ റിസൾട്ട് പറയാം കേട്ടോ. ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരി, പക്ഷെ തന്നെയല്ല അവർക്കത് ഉണ്ടാക്കുന്ന വിധവും നന്നായിട്ട് അവർ പറയുന്നുണ്ട്. മറ്റേടത്ത് ചെല്ലുന്ന സമയത്ത് അവർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു അത് കൊള്ളാം. പക്ഷെ അതിനേക്കാളും വെറൈറ്റി ഇല്ലേ ഇത്? നമ്മൾ ഇതുവരെ ഇത് ഇങ്ങനെ ഒരു ടേസ്റ്റ് കഴിച്ചിട്ട് ചെയ്തിട്ടില്ല. നന്നായിട്ടുണ്ട്. അവിടത്തേനേക്കാളും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ഇതാണ്. നമുക്ക് ഇവർക്ക് തന്നെ ഒന്നാം സമ്മാനം സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ജമന്തി ഫുഡ് കഴിച്ചു, നന്നായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും വീടുകളിൽ നിന്ന് കഴിച്ചതിനേക്കാളും ഒരുപാട് ഇഷ്ടപ്പെട്ട ജമന്തി ഉണ്ടാക്കിയ ഫുഡ് തന്നെയാണ്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ജമന്തിക്ക് തന്നെ ഒന്നാം സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ്. ജമന്തിക്കാണ് ഇപ്പം ഞങ്ങൾ ഒന്നാം സമ്മാനം തരാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നിടം വരെ ഇത് പക്ഷെ പുറത്ത് ആരോടും പറയാൻ പാടില്ല. ഓക്കെ, അല്ല ഇത് ഞാൻ ഒന്നാം സമ്മാനം ഇത് പക്ഷേ ഇതിപ്പോൾ പുറത്ത് പറയാൻ പാടില്ല. ഞങ്ങൾ അസോസിയേഷൻ അത് ഔപചാരികമായിട്ട് അനൗൺസ് ചെയ്യുന്നിടം വരെ ഇത് രഹസ്യമാക്കി തന്നെ വെച്ചിരിക്കണം. ഓക്കെ, അപ്പം എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ? ഓക്കെ, എന്നിട്ട് നമുക്ക് ഇറങ്ങിയാലോ. ശരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, എല്ലാരും എത്തിയോ?
അതെ എന്തിനാ കറിയണേ? ഏട്ടാ അവര് ടേസ്റ്റ് ചെയ്തു. അയ്യോ പ്ലീസ് മാഡം ഞങ്ങൾക്ക് ഒരു ഇച്ചിരി സമയം തരണം. എന്തിന്? ഞങ്ങൾ രാവിലെ ചിക്കൻ വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പൊ ഇവള് തന്നെയാണ് വെറൈറ്റിക്ക് നമുക്ക് ചിക്കന് പകരം മുട്ടയാക്കാന്ന് പറഞ്ഞിട്ട് അത് മുട്ടവണ്ടിയാക്കി മാറ്റി. അത് രാവിലെ മുതൽ അത് ഇങ്ങനെ ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോ അത് വായിൽ വെച്ച് നോക്കാൻ കൊള്ളൂല. അതിൽ ഉപ്പില്ല മുളകുമില്ല ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, പട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. നീ എന്താണ് കാണിച്ചത്? പട്ടിക്ക് കൊടുക്കേണ്ട സാധനമാണ് ഇവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. അത് ശരി, നിങ്ങൾ എന്താ ഞങ്ങളെ പറ്റിയിട്ട് വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ ഉണ്ടാക്കി കുളമാക്കിയ സാധനം അതും പട്ടിക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സാധനമാണ് ഞങ്ങളെ കൊണ്ട് തിരിക്കുന്നത്. പ്ലീസ് മാഡം ഞങ്ങൾക്ക് ഒരു ഇത്ര സമയം തന്നെ. ഒരു സമയം നിങ്ങൾക്ക് ഇനി ഇല്ല. ചിക്കൻ വണ്ടി ഉണ്ടാക്കാൻ ഒരു ചിക്കൻ വണ്ടി വേണ്ട, നിങ്ങൾ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചാൽ മതി. നിങ്ങൾ ഈ മത്സരത്തിലും ഇല്ല, നിങ്ങൾക്ക് സമ്മാനവും ഇല്ല, ഒന്നുമില്ല. ബാ നമുക്ക് പോവാം. ബാ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കുറച്ചു നേരം കഴിഞ്ഞ് വന്നാ പോരായിരുന്നോ? എന്റെ 10,000 രൂപയാ പോയത്. നിങ്ങൾ ഇങ്ങോട്ട് Alien versus Alien.